നമസ്കാരം. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഒരു സേവിങ്സിനെ കുറിച്ച്? ഒരു 60% ആൾക്കാരും സേവിങ്സിനെ കുറിച്ച് ചിന്തിക്കാത്ത ആൾക്കാരാണ്. ബാക്കി 40% ഒരു ഗോൾഡ് ആയാലും ഒരു FD ആയാലും സേവിങ്സ് എങ്ങനെയെങ്കിലും ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ഈ 60% ആൾക്കാരും എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അവർക്കൊരു അവയർനെസ് ആരും കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കാം. ഒരു സേവിങ്സ് പ്ലാൻ എങ്ങനെ ചെയ്യണം എന്നാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻ്റെ പേര് ആനന്ദ്, റിലയൻസ് നിപ്പോൺ ലൈഫ് ഇൻഷുറൻസിൽ നിന്ന്. ഇപ്പം ഒരു സേവിങ്സ് പ്ലാനിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇൻഷുറൻസിൽ സേവ് ചെയ്യണം, ഇൻഷുറൻസിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഒരു കസ്റ്റമറിനുള്ളൊരു ബെനിഫിറ്റ്, ഗുണം, അതാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത്. നമ്മളിപ്പോൾ ഒരു FD ഇടുകയാണ്. ഒരു എമൗണ്ട് ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം കൊണ്ട് ഒരു 10 വർഷത്തേക്ക് FD ഇടുന്നു. 10 വർഷം കഴിഞ്ഞ് FD പിൻവലിക്കുന്ന സമയത്ത് നമ്മൾ 30% ടാക്സ് ഗവൺമെൻറ്റിന് കൊടുക്കണം. ഇൻഷുറൻസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ടാണ് നമ്മൾക്ക് റിട്ടേൺസ് വരുന്നത്. അതുമാത്രമല്ല, ഒരു FD ഇടുന്ന സമയത്ത് കസ്റ്റമറിന് എന്തെങ്കിലും ഈ പരിധിക്കുള്ളിൽ എന്തെങ്കിലും റിസ്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടച്ച എമൗണ്ട് മാത്രമേ നമ്മുടെ നോമിനിക്ക് കൊടുക്കുന്നുള്ളൂ. ഇൻഷുറൻസിലാണെങ്കിലോ നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ 11 മടങ്ങ് നോമിനിക്ക് കൊടുക്കും. അതാണ് ഇൻഷുറൻസിൻ്റെ ഒരു പ്രത്യേകത. ടാക്സ് ഫ്രീ റിട്ടേൺസും കൂടിയാണ് ഇൻഷുറൻസിൽ വരുന്നത്. പല ആൾക്കാരും ഇൻഷുറൻസ് കേൾക്കുമ്പോഴത്തേക്ക് ഒരുപാട് വർഷം കാത്തിരിക്കണം, ഒരു 40 വർഷം 50 വർഷം കഴിഞ്ഞ് നമുക്ക് റിട്ടേൺസ് കിട്ടത്തുള്ളൂ എന്ന് പറയും. ആ സമയത്താണ് റിലയൻസ് നിപ്പോൺ പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡക്റ്റിൻ്റെ പേരാണ് ഗെയിൻ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ 7ാമത്തെ ദിവസം തൊട്ട് നമുക്ക് മണി ബാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ലക്ഷം രൂപ വെച്ച് അടയ്ക്കുന്ന കസ്റ്റമറിന് 7ാമത്തെ ദിവസം അതിൻ്റെ 50% മണി ബാക്കായിട്ട് കസ്റ്റമറിന് തിരിച്ച് അക്കൗണ്ടിൽ വരികയാണ്. ആലോചിച്ച് നോക്കിയേ, നമ്മൾ 2 ലക്ഷം രൂപ അടയ്ക്കുന്നു, 1 ലക്ഷം രൂപ 7ാമത്തെ ദിവസം തന്നെ നമുക്ക് മണി ബാക്ക് തിരിച്ചു വരുന്നു. നല്ലൊരു പ്രൊഡക്റ്റ് അല്ലേ? അപ്പം ഒരു 10 വർഷം 2 ലക്ഷം രൂപ വെച്ചൊരു കസ്റ്റമർ അടയ്ക്കുമ്പോഴത്തേക്ക് 20 ലക്ഷം രൂപ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. നമുക്ക് ഈ മണി ബാക്ക് ആയിട്ട് 7ാമത്തെ ദിവസം എല്ലാ പ്രീമിയം അടയ്ക്കുമ്പോഴും 7ാമത്തെ ദിവസം ഒരു എമൗണ്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ മൊത്തം 10 വർഷം കൊണ്ട് കസ്റ്റമർ 12 ലക്ഷം രൂപയെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. കസ്റ്റമറിന് 20 ലക്ഷം രൂപയുടെ ബെനിഫിറ്റും കിട്ടും. ഒരു 40 വർഷം കാലയളവ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 40 വർഷവും കസ്റ്റമറിന് 22 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരിക്കും. ഈ 40 വർഷത്തിനുള്ളിൽ കസ്റ്റമറിന് എന്തെങ്കിലും റിസ്ക് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ 22 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ആ സമയത്താണ് നമ്മളുടെ FD പോലുള്ള സേവിങ്സിൽ നിന്ന് ഇൻഷുറൻസിൽ സേവിങ്സ് ചെയ്യാനുള്ള ഒരു ഗുണം ബെനിഫിറ്റ് മാറി നിൽക്കുന്നത്. 12 ലക്ഷം രൂപ അടയ്ക്കുന്ന കസ്റ്റമറിന് ടോട്ടൽ 45 ലക്ഷം രൂപയുടെ ബെനിഫിറ്റാണ് കസ്റ്റമറിന് ഈ പ്ലാനിലൂടെ കിട്ടുന്നത്. നമ്മുടെ ബാങ്ക് സേവിങ്സിനെയും ഇൻഷുറൻസിൽ സേവിങ്സിനെയും എങ്ങനെ വ്യത്യാസപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുതരാം. നമുക്കറിയാം, ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു 6.5% ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. ഒരു 2 വർഷം മുമ്പ് ഒരു 8-9 ഉണ്ടായിരുന്നു. ഇന്ത്യ വളരുന്നൊരു രാജ്യമാണ്. ഇന്ത്യ വളരുന്നതനുസരിച്ച് നമ്മളുടെ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇപ്പോഴുള്ള 6.5% ഒരു 4-4.5 ആവാം. അതിൽ കുറയാനും ചാൻസ് ഉണ്ട്. ആ സമയത്താണ് ഒരു ലോങ് ടൈമിലേക്ക്, ഒരു 40 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 50 വർഷത്തേക്ക്, ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 7.5 ആണെന്നുണ്ടെങ്കിൽ 40 വർഷത്തേക്കും ഈ 7.5 തന്നെയായിരിക്കും നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഷുറൻസിൽ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതൊരു ലോക്കിംഗ് ആണ്. അപ്പോൾ ബാങ്കിൽ ഒരു FD ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, 2 വർഷത്തേക്കായിരിക്കും ഒരു ഗ്യാരണ്ടി തരുന്നത്. മിനിമം FD ഒക്കെ കൂടുതലും 2 അല്ലെങ്കിൽ 3 വർഷത്തേക്ക് കൊടുക്കും. ഈ 3 വർഷത്തേക്കായിരിക്കും 7.5% അല്ലെങ്കിൽ 6.5%. 3 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു 4.5% ഇൻട്രസ്റ്റ് റേറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് റിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് 4.5% കിട്ടത്തുള്ളൂ. ആ സമയത്താണ് ഇൻഷുറൻസ് നിങ്ങൾക്കൊരു 40 വർഷത്തേക്ക് ലോങ് ടൈമിലേക്ക് നിങ്ങളൊരു 7.5 ആണെന്നുണ്ടെങ്കിൽ ഈ ലോങ് ടൈമിലേക്കും 7.5% തന്നെയായിരിക്കും നിങ്ങളുടെ ഇൻഷുറൻസ് ഒരു ഇൻട്രസ്റ്റ് റേറ്റ്. അത് കൂടത്തുമില്ല, കുറയത്തുമില്ല. ഈ പറഞ്ഞ പ്ലാനിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടി എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂർണ്ണ വിവരം ഞാൻ തരുന്നതാണ്. നന്ദി.